ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോഴിമുട്ട നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ പഴയ പോലല്ല, വിലയും കൂടുതലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ വില കുറഞ്ഞ മുട്ട എന്ന രീതിക്ക് നമ്മുടെ നാട്ടിൽ പലയിടത്തും വഴിയോര കച്ചവടക്കാർ മുട്ട കൊണ്ടുവന്ന് വിൽക്കാറുമുണ്ട്. പലപ്പോഴും ഈ മുട്ട നോക്കിക്കഴിഞ്ഞാൽ അവയുടെ ഷേപ്പിന് കുറച്ച് വ്യത്യാസം കാണാം. ചിലത് ചെറുതായിരിക്കും, ചിലത് ഒരല്പം നീളക്കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പല പല ഷേപ്പിലുള്ള മുട്ടകൾ നമുക്കിന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യും. ഈ മുട്ടയ്ക്ക് പേര് ബുള്ളറ്റ് മുട്ട എന്നാണെന്നും ഈ മുട്ട കഴിക്കുന്നത് ശരീരത്തിന് കേടാണെന്നും പ്രത്യേകിച്ച് ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെവി ആയിട്ടുള്ള സാൽമണല്ല ബാക്ടീരിയ ഉണ്ടാകുമെന്നും, ഇത് മാത്രമല്ല ഈ മുട്ട പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകുന്നതിന് ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെല്ലാം തന്നെ കുട്ടികളുണ്ടാകുന്നതിന് തടസ്സം നേരിടുമെന്നും എല്ലാം തന്നെ പ്രചരണവുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുട്ട നല്ലതാണോ? ഈ മുട്ട കഴിക്കാവുന്നതാണോ? എന്താണ് ഈ മുട്ട കഴിച്ചാലുള്ള അപകട പ്രശ്നങ്ങൾ? പറഞ്ഞുതരാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ മുട്ടയുടെ പേര് ബുള്ളറ്റ് മുട്ട എന്നല്ല, പുള്ളറ്റ് മുട്ടയാണ്. PU ആണ്, പുള്ളറ്റ് മുട്ട. ഇത് സാധാരണ കോഴി ഫാമുകളിൽ നിന്നും കോഴിയിൽ നിന്നും തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് കൃത്രിമമായി ഒന്നും ഉണ്ടാക്കുന്ന മുട്ടയല്ല. ഇത് പല ഷേപ്പിൽ വരുന്നതിൻ്റെ കാരണം കോഴിക്കുണ്ടാകുന്ന ചില ശാരീരിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ കൊണ്ടോ ആണ് ഇത് സംഭവിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് ഈ പുള്ളറ്റ് മുട്ടകൾ ഉണ്ടാകുന്നത് കോഴിക്കുഞ്ഞ് വളർന്ന് മെച്ചറായി വരുന്ന സമയത്ത് ആ കോഴിയുടെ ശരീരത്തിൽ ഈ ഷെൽ ഗ്ലാൻസ്, അതായത് ഈ മുട്ടത്തോട് ഫോം ചെയ്യുന്ന ഗ്ലാൻസ് ശരിയായിട്ട് രൂപാന്തരം ഉണ്ടായി കാണത്തില്ല. ആ സമയത്ത് പലപ്പോഴും ഇത്തരത്തിൽ ചെറിയ മുട്ടകൾ, സാധാരണ മുട്ടയേക്കാൾ സൈസ് ചെറുന്ന, സാധാരണ മുട്ട നിങ്ങൾക്കറിയാം ഓവൽ ഷേപ്പിലുള്ള മുട്ടയാണ്, അതിനേക്കാൾ സൈസ് കുറഞ്ഞ മുട്ടകളായിരിക്കും ഈ കോഴിക്ക് ഉണ്ടാകുന്നത്. കോഴി വളരുന്നതനുസരിച്ച് പിന്നെ സാധാരണ മുട്ടകൾ ഇട്ട് തുടങ്ങും. ഈ ചെറിയ മുട്ടകൾക്ക് സാധാരണ കോഴിമുട്ടയുടെ അത്രയും വില കിട്ടാത്തതുകൊണ്ട് ഇത് തരം തിരിച്ചിട്ട് ചിലപ്പോൾ വില കുറച്ച് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സാധാരണ ചെറിയ കോഴിമുട്ട അല്ലാതെ തന്നെ കോഴിമുട്ടയുടെ ഷേപ്പിന് വ്യത്യാസം, നീളത്തിനെല്ലാം വരുന്നതിന് കാരണം ഈ യൂട്രസിനകത്ത് കോഴിക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ്. അതായത് കോഴിക്ക് യൂട്രസിൽ വരുന്ന ഗുരുതരമായിട്ടുള്ള രോഗമൊന്നുമല്ല, കോഴി അമിതമായിട്ട് സ്ട്രെസ്ഡ് ആയാൽ, അതായത് ഇപ്പോൾ കോഴി ഫാമിനകത്ത് ഒരുപാട് കോഴികൾ ഒരുമിച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, കോഴി ഒരുപാട് ക്രൗഡഡ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ, കോഴി ഫാം നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായി ശബ്ദങ്ങൾ ഉണ്ടായിരുന്നാലോ, ഇപ്പം അന്തരീക്ഷ മലിനീകരണം, സൗണ്ട് പൊല്യൂഷൻ ഭയങ്കരമായിട്ട് വന്നിരുന്നാലോ ഈ പ്രശ്നം സംഭവിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ കോഴിയെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ജീവികൾ ആക്രമിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കുറുക്കനോ ഇല്ലെങ്കിൽ പാമ്പോ ഇല്ലെങ്കിൽ പട്ടികളോ ഈ കോഴികളെ സ്ഥിരമായിട്ട് ആക്രമിക്കുന്ന, കോഴി എപ്പോഴും ഒരു പാനിക് സിറ്റുവേഷനിലാണെങ്കിലും ഒരുപക്ഷെ അവയ്ക്കുണ്ടാകുന്ന ശാരീരിക വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോഴിയുടെ യൂട്രസിൻ്റെ മസിലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകയും അതിനകത്തുള്ള മുട്ടയ്ക്ക് ശരിയായിട്ട് ഷേപ്പ് വരികയും ഇല്ല. അതായത് ഈ കോഴിമുട്ട ചിലപ്പോൾ നീളത്തിന്, ഈ യൂട്രസിൻ്റെ മസിലുകൾ വലിഞ്ഞു മുറുകുന്നതുകൊണ്ട് ചിലപ്പോൾ നീളത്തിനെല്ലാം ഉണ്ടായി എന്ന് വരാം. എന്നല്ലാതെ ഈ കോഴിമുട്ടയ്ക്കകത്തുള്ള ഘടകങ്ങളിൽ വലിയ വ്യത്യാസം വരാറില്ല. ഇതല്ലാതെ കോഴിക്ക് പിടിപെടുന്ന ചില ശ്വാസകോശ രോഗങ്ങൾ, ഇപ്പോൾ കോഴി തൂങ്ങി നിൽക്കുന്ന ചില വൈറസ് രോഗങ്ങളോ കോഴിക്കുണ്ടാകുന്ന വൈറൽ ബ്രോങ്കൈറ്റിസ് പോലെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ വന്നിരുന്നാലോ കോഴിമുട്ടയുടെ ഷേപ്പിന് വ്യത്യാസം വന്ന് ചെറിയ മുട്ടയോ നീളമുട്ടയുള്ള മുട്ടയായിട്ട് സംഭവിച്ചു എന്ന് വരാം. ഇതാണ് സാധാരണ പുള്ളറ്റ് മുട്ട എന്ന് വിളിക്കുന്നത്. ഇതിന് വില കിട്ടാത്തതുകൊണ്ട് ഇത്തരം മുട്ടകളെ കോഴി ഫാമിൽ തരംതിരിച്ച് നമ്മുടെ നാട്ടിലെല്ലാം വഴിയോര കച്ചവടക്കാർ കൊണ്ട് വിൽക്കാറുണ്ട്. ഈ മുട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ മുട്ടയുടെ തോടിന് താരതമ്യേന കട്ടി ഒരല്പം കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവയുടെ ഷെൽ ഗ്ലാൻഡിന് ശരിയായിട്ട് രൂപാന്തരം വരാത്തതുകൊണ്ടും ഇവ വരാം. അതുകൊണ്ട് തന്നെ കാൽഷ്യം മെറ്റബോളിസത്തിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കോഴിമുട്ടയുടെ തോടിന് കട്ടി കുറയാം. കോഴിമുട്ടയുടെ തോടിന് കട്ടി കുറയുന്നതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് കേടുപാടുകൾ വരാം, പെട്ടെന്ന് ഈ കോഴിമുട്ട കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ കോഴിമുട്ടയ്ക്കുള്ള ഏക പ്രോബ്ലം. അതല്ലാതെ ഈ കോഴിമുട്ടയ്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. വേറൊരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടത്, ഈ കോഴിമുട്ട ലാബുകളിൽ പരിശോധിച്ച സമയത്ത് ഇതിനകത്ത് സാൽമണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ്. ഈ കോഴിമുട്ടയ്ക്ക് മാത്രമല്ല, ഈ നാട്ടിൽ കിട്ടുന്ന സകല കോഴിമുട്ടയും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കോഴിമുട്ടയ്ക്കകത്തെല്ലാം തന്നെ ഈ സാൽമണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കാണാം. കാരണം സാൽമണല്ല ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ കോഴിയുടെ ഈ തോടിനകത്തുള്ള വളരെ കുഞ്ഞു സുഷിരങ്ങളിലൂടെ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് തന്നെയാണ്. അത് എല്ലാ കോഴിമുട്ടയ്ക്കും താറാവിൻ്റെ മുട്ടയ്ക്കുമെല്ലാം കാണും. കോഴിമുട്ട നമ്മൾ വേവിക്കാതെ നമ്മൾ കൂടുതലായിട്ട് പച്ചമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഈ സാൽമണല്ല ബാക്ടീരിയയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മയനൈസ് എല്ലാം വാങ്ങുന്ന സമയത്ത് കോഴിമുട്ടയ്ക്കകത്തുള്ള ഈ സാൽമണല്ല ബാക്ടീരിയ തന്നെയാണ് അതിനകത്ത് പെറ്റുപിടിക്കാനുള്ള സാധ്യതയെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് കോഴിമുട്ട ഒരു 4 മിനിറ്റെങ്കിലും വേവിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഈ കാണുന്ന സാൽമണല്ല ബാക്ടീരിയ തന്നെയാണ് ഈ
പുള്ളറ്റ് മുട്ടയ്ക്കകത്തും കാണുന്നത്. അതല്ലാതെ ഇവയ്ക്കകത്ത് വേറെ പ്രത്യേകതയൊന്നുമില്ല. മാത്രമല്ല ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, പെൺകുട്ടികൾക്ക് പ്രസവം നടക്കത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ മുട്ടയ്ക്കകത്തും സാധാരണ ഏതൊരു മുട്ടയിലും കാണുന്നതിനെ പോലെ 5 ഗ്രാമിന് മുകളിൽ പ്രോട്ടീൻ എന്തായാലും ഉണ്ടാവും. അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ന്യൂട്രീഷ്യൻസും എല്ലാം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സൈസ് ഇത്തിരി ചെറുതാണെങ്കിലും ഷേപ്പിന് ഇത്തിരി വ്യത്യാസമാണെന്നും കരുതി ഈ പുള്ളറ്റ് മുട്ട തള്ളിക്കളയേണ്ട കാര്യമില്ല. നന്നായിട്ട് വേവിച്ച് 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുട്ട പുഴുങ്ങുകയോ പൊരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മുട്ട തന്നെയാണത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത്തരത്തിൽ ഷേപ്പ് മാറിയ മുട്ടകൾ വാങ്ങി കഴിച്ചോളൂ, പേടിക്കേണ്ട കാര്യമില്ല. ഇത് മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. തെറ്റിദ്ധാരണ ആരും മനസ്സിൽ വയ്ക്കാതിരിക്കട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.